അപ്പൊ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറി തയ്യാറാക്കിയാലോ? വെറും പരിപ്പ് കറിയല്ല, നല്ല തണ്ണിമത്തന്റെ തൊണ്ടും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറി. അപ്പൊ ഇതെങ്ങനെയാ ചെയ്തതെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കൈപ്പിടി പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ മസൂർ ദാലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു 4 കാന്താരി മുളക് പിളർന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം, അതായത് തണ്ണിമത്തന്റെ തൊണ്ടുണ്ടല്ലോ, അതിൻ്റെ പോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു തണ്ണിമത്തന്റെ കഷ്ണങ്ങളും അതുപോലെ പരിപ്പും നല്ലതുപോലെ വെന്ത് വരണം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. പരിപ്പും കഷ്ണങ്ങളും വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 തക്കാളി വേണം. ഞാനിവിടെ വലിയ തക്കാളിയാണ് 2 എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 3-4 ഒക്കെ എടുക്കാം. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളാവണ്ട, കുറച്ച് വലിയ കഷ്ണങ്ങളായി തന്നെ നമുക്കിത് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പാണ് തയ്യാറാക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിലെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടി. ഇനി പൊടി ഇല്ലെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുത്താലും മതി. 1/4 ടീസ്പൂൺ ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. പരിപ്പും അതുപോലെ തൊണ്ടൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് തക്കാളി ഒന്ന് ഇതിൽ കിടന്ന് കുക്കായിക്കോട്ടെ. തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ. ഈ സമയത്ത് ഫൈനലായിട്ട് ഇതിൽ ഉപ്പ് നോക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കരിവേപ്പില അതുപോലെ വറ്റൽമുളക് നമ്മൾ ഇട്ട് കൊടുത്തു. ഈ സ്റ്റവ് ഓഫ് ചെയ്യണം. ഈ ഒരു ചൂടിന് തന്നെ നമ്മുടെ മുളകൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എപ്പോഴും പറയുന്ന പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നേരം അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തന്റെ തൊണ്ടും പരിപ്പും തക്കാളിയും ചേർത്ത കറിയുടെ റെഡിയായി.